ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ ഒരു സമയം 7 മണി 7:30 ഉണ്ടാവും. നമ്മൾ പാലക്കാട് വരെ പോയി കേട്ടോ. തിരുവില്ലാമല മാങ്ങോട്ടുകായൽ അമ്പലത്തേക്ക് വേണ്ടി പോയതാണ്. നമ്മൾ 3 പേരായിട്ടാണ് പോയത്. 2 വണ്ടിയിലായിട്ട് പോയി. അവിടെ മുല്ലപ്പൂവിന് 25 രൂപ ഒരു മുഴത്തിന്. അപ്പം ഞങ്ങൾ എന്തായാലും വില കുറവല്ലെന്ന് വെച്ചിട്ട് ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മുടിയില്ലാത്ത കാരണം എനിക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞായറാഴ്ച പോയ കാരണം ഗംഭീര തിരക്കായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. നമ്മൾ ചെരുപ്പ് ഒരേപോലത്തെ ചെരുപ്പ്, നമ്മൾ സ്റ്റുഡിയോക്കാർക്ക് എല്ലാവർക്കും ഒരുപോലത്തെ ചെരുപ്പായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ചെരുപ്പ് തന്നെ അവിടെ 3 ജോഡി വേറെ കിടന്നായിരുന്നു. അപ്പോൾ അതവൻ വിളിച്ച് കാണിച്ചു തരാം. പിന്നെ കുറച്ച് നേരം നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അടച്ചുപൂജയായിരുന്നു ഉള്ളിൽ. അപ്പോൾ കുറച്ച് നേരം പുറത്ത് നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതാണ്. അടച്ചുപൂജയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഹനുമാൻ്റെ അവിടേക്ക് പോവുമായിരുന്നു. ഹനുമാൻ്റെ അവിടെ തൊഴണമല്ലോ. നമ്മൾ പുറത്തിറങ്ങി ഹനുമാൻ്റെ അവിടെ തൊഴാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പോൾ അമ്മ ദേ അവിടെ തൊഴാൻ നിൽക്കുക. ഞങ്ങൾ രണ്ടുപേരും തൊഴുത് ഓൾറെഡി മുന്നേ തന്നെ നിന്നു. അപ്പോഴാണ് നമ്മൾ ഈ ആലിൻ്റെ അവിടേക്ക് വന്നത്. പുനർജനി തൊഴുന്ന സ്ഥലമാട്ടോ ആ വഴി കാണുന്നത്. ഞങ്ങൾ ആലിൻ്റെ അവിടെയൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ കുറേ അപ്പൂപ്പന്താടി അവിടെ നിലത്ത് കിടന്നു തീർന്നു. പക്ഷേ എവിടെ നിന്നൊന്നും ഒരു പിടിയും കിട്ടിയില്ല കേട്ടോ. ഞാൻ കുറേ അപ്പൂപ്പന്താടിയുടെ മരം നോക്കി. അവിടെ ആ പാറമുകളിൽ മൊത്തം അപ്പൂപ്പന്താടിയുടെ മരമായിരുന്നു. പിന്നെ ഇവനോട് എന്തൊക്കെയാണ് പറയുക, ഇവനോട് ഞാൻ വീഡിയോയിൽ ഹായൊക്കെ പറയാൻ പറഞ്ഞത്. പക്ഷേ അമ്മ ഹായ് ഒന്നും പറഞ്ഞില്ല. അമ്മോട് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അമ്മ ഹായ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ അവിടെ കുറേ പേര് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും ചുമ്മാ പോയി നോക്കി. ഞങ്ങൾക്കൊന്നും കാണാണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ പറഞ്ഞ പല്ലി ഉണ്ട് അവിടെ നിന്ന്. അമ്പലപ്പല്ലി എന്നാണ് അതിനെ പറയാമെന്നൊക്കെ പിള്ളേർ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ണിയപ്പമൊക്കെ വാങ്ങി. പക്ഷേ ആ ഉണ്ണിയപ്പം പല്ലൂരി പോവും, അത്രയും കട്ടിയായിരുന്നു ആ ഉണ്ണിയപ്പത്തിന് കേട്ടോ. പിന്നെ അവിടെ താഴെ ഒരു അമ്പലമുണ്ട് കേട്ടോ. അവിടെയൊക്കെ പോയി തൊഴുത് തിരിച്ച് കയറി വന്ന് ഞങ്ങളവിടെ ഒരു സൈഡിലിരുന്ന് ആ ഉണ്ണിയപ്പം കഴിക്കാമെന്ന് വെച്ചിട്ട് അവിടെ ഇരുന്നതാട്ടോ. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചാൽ അവിടെ ഇരുന്നിട്ട് അങ്ങനെ അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എണീറ്റ് ഞങ്ങൾ പിന്നെ കൃഷ്ണൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അവിടെ തൊഴുത് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അടുത്ത മാസം വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ മെല്ലെ ഇറങ്ങി. പിന്നെ അവിടെ കല്ലെടുത്ത് വെക്കണ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ കല്ലൊക്കെ എടുത്ത് വെച്ച് എത്ര നമ്മൾ കല്ല് ഉയർന്നു പോകണോ അത്രയും നമ്മൾ പഠിക്കുന്നതാണ്. അങ്ങനെ മെല്ലെ തിരുവില്ലാമലയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ മാങ്ങോട്ടുകാവിൽ പോയി. മാങ്ങോട്ടുകാവിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അത്രയും നല്ല തിരക്ക്. അവിടെയും അടച്ചു പൂജ തന്നെയായിരുന്നു. എല്ലാവരും ക്യൂ ആണ്. ആ കാണുന്ന ക്യൂ അമ്പലത്തിൽ ദേവീനെ തൊഴാനുള്ള ക്യൂ ആട്ടോ. നമ്മൾ റെസീറ്റ് ആക്കണവിടം വരെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുത് കുറിയൊക്കെ വരച്ച് പിന്നെ കുറച്ച് നാളികേരമൊക്കെ ഉടയ്ക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഉടച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലോ, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവനും ഒരു സാൻഡ്വിച്ചും അമ്മ ഒരു പഴംപൊരിയും പിന്നെ 3 സർബത്തും കുടിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന്. അവരെന്നെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ എയർ ഹാൻഡ്ലൂംസിലേക്കാണ് പോയത്. അവിടെ തിരുവില്ലാമല അവിടെ അടുത്ത് തന്നെയാണ് എയർ ഹാൻഡ്ലൂംസ്. അപ്പോൾ പിന്നെ അവരുടെ കടയിലും കൂടി പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വിഷുവിനായിട്ടുള്ളതൊക്കെ നോക്കാൻ വേണ്ടി പോയത് കേട്ടോ. പിന്നെ നമ്മൾ കുറേ സാരികൾ വിഷു കളക്ഷൻസൊക്കെ കുറേ നോക്കിയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അവർ 2 ദിവസമായിട്ട് കട ക്ലോസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുറന്നതിൻ്റെ തിരക്കാന്ന് തോന്നുന്നുണ്ട്. വിഷുവിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മളൊരു സാരി എടുത്തു, നല്ല ഡിസ്കൗണ്ടും കിട്ടിയായിരുന്നു. നമ്മൾ ഉള്ള പ്രൈസിനേക്കാളും നല്ല ഡിസ്കൗണ്ട് കിട്ടിയായിരുന്നു. നമ്മളത് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അവിടെയും ഗംഭീര തിരക്ക് തന്നെയായിരുന്നു. അങ്ങനെ അതെടുത്ത് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.